അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുക. ഞാനിതിലേക്ക് ഒരു സവോളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്, വലിയ സവോളയല്ല. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഈ ഒരു വലിപ്പത്തിൽ നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർക്കാം. വെണ്ടയ്ക്ക ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എല്ലാം ഒരുമിച്ച് ചേർക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ മുളക് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക. മുളക് പൊടിയല്ല ഞാൻ ചേർക്കുന്നത്, ചതച്ച മുളകാണ്. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ വെണ്ടയ്ക്കൊന്ന് കുക്കായി തുടങ്ങുമ്പോഴേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ചിലർക്ക് വെണ്ടയ്ക്ക അടച്ചു വയ്ക്കുന്നത് ഇഷ്ടമായിരിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അടച്ചു വയ്ക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഒന്ന് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ വെണ്ടയ്ക്ക അടച്ചു വയ്ക്കേണ്ട. അല്ലാത്ത ആളുകൾ വെണ്ടയ്ക്ക അടച്ചു വെച്ചോളൂ. ഞാനിപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക എല്ലാം ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്തിരിക്കുന്ന വറ്റൽമുളക്, ഞാനിപ്പോൾ ഫ്രഷായിട്ട് ചതച്ചെടുത്തതാണ്. ഒരു 1.25 ടീസ്പൂൺ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ വെണ്ടയ്ക്കാണ് കേട്ടോ ഈ ഒരു അളവിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ചെറിയ ബർണറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക കുക്കായി തുടങ്ങിയിട്ടുണ്ടോ നോക്കുക. ഇതുണ്ടോ, ഇതുപോലെ മുറിഞ്ഞ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുക്കായി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിക്കോളും. ചെറിയ ബർണറിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. കുറച്ചുകൂടി കുക്കാവണം എന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി വേവിക്കുക. അടച്ചു വയ്ക്കരുതെന്ന് മാത്രം, തുറന്ന് വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ ആ ഒരു കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വന്നു. ആ ഒരു പശ പോലെയുള്ള ഇതുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ, അത് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് മാറി കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെറിയൊരു ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.